ഗൈസ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള സിസ്റ്റങ്ങൾ പൊടി പിടിച്ചെടുക്കണമെങ്കിൽ ഇതിനൊരു അടിപൊളി ഹോം സെർ ഉണ്ടാക്കാൻ പറ്റും. മീൻസ് വലിയ റിക്വയർമെൻറ്റ്സ് ഒന്നും വേണ്ട. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡുവൽ കോർ പ്രോസസ്സർ ആൻഡ് 2 GB റാം മതി. 4 GB ആണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ 2 പെൻഡ്രൈവ് വേണം നമുക്ക് ഇതിനു വേണ്ടി. മീൻസ് ഒരു മിനിമം ഒരു 16 GB പെൻഡ്രൈവ് വയ്ക്കുക. ഒപ്പം ഒരു 4 GB പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബൂട്ടപ്പിൾ പെൻഡ്രൈവ് ഉണ്ടാക്കണം. ദെൻ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേറൊരു പെൻഡ്രൈവും കൂടി ആവശ്യമുണ്ട്. ഗൈസ് നമ്മുടെ സെർവറിന് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്പൺ മീഡിയ വോൾട്ടാണ്. ഡെബിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മീൻസ് ലിനക്സ് ആണ് ആൻഡ് സെക്യൂർ ആണ്, പിന്നെ ഓപ്പൺ സോഴ്സും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേബിൾ വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ സെർവേഴ്സിന് ഏറ്റവും ബെസ്റ്റ്. സോ നമ്മുടെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് റൂഫസ് വെച്ചിട്ടൊരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുക. ഞാൻ ഈ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഈ ഒരു പെൻഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് മൊത്തം ഈ ഒരു ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പെൻഡ്രൈവ് ഉപയോഗിക്കും. ഗൈസ് മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ സിസ്റ്റം നെറ്റ്വർക്കായിട്ട് ലിങ്ക് ചെയ്തിടാം. മീൻസ് നമ്മുടെ ലാൻ കേബിൾ വഴി. ഓക്കെ, നമ്മുടെ ഓപ്പൺ മീഡിയ വോൾട്ടിൻ്റെ ഇൻസ്റ്റലേഷൻ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് നമ്മുടെ ലാംഗ്വേജ് സംഭവങ്ങളൊക്കെയാണ്. സോ നമ്മൾ ജസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഗൈസ് ഈ ഒരു ഹോസ്റ്റിനെ നമ്മൾ മാക്സിമം ചേഞ്ച് ചെയ്യാതിരിക്കുക. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി. ആൻഡ് ഈ ഡൊമൈൻ നെയിമും നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. ഈ 2 സംഭവങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. ഓക്കെ, ടൈം ടു സെറ്റ് എ റൂട്ട് പാസ്വേഡ്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു റൂട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓപ്പൺ മീഡിയ വോൾട്ടോടെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആൻഡ് ബൂട്ടായി കഴിഞ്ഞു. ഇത് ഇവിടെ നമ്മളോട് ലോഗിൻ ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ID ആയിട്ട് അഡ്മിനും പാസ്വേഡായിട്ട് ഓപ്പൺ മീഡിയ വോൾട്ടും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓപ്പൺ മീഡിയ വോൾട്ടിൻ്റെ ഇവിടെ ഈ ഒരു IP അഡ്രസ്സ് ഉണ്ടല്ലോ, 192.168.1.100. ഈ ഒരു IP അഡ്രസ്സ് നമ്മൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ അടിച്ചു കൊടുത്തു. മീൻസ് നമ്മുടെ വെബ് ബ്രൗസറിൽ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ മീഡിയ വോൾട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യണം. നമ്മുടെ സെർവറിൻ്റെ സ്റ്റോറേജും പിന്നെ ഫയൽ സിസ്റ്റമൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യണം. എന്നാലേ നമ്മുടെ സെർവർ ഷോ ആവുള്ളൂ നെറ്റ്വർക്കിൽ. ഗൈസ് നമ്മൾ ആ ഒരു IP അഡ്രസ്സ് നമ്മുടെ വെബ് ബ്രൗസറിൽ അടിച്ചതിന് ശേഷം ഈ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരും. ഇത് നമ്മൾ യൂസർ ID ആയിട്ട് കൊടുക്കേണ്ടത് അഡ്മിനും പിന്നെ പാസ്വേഡായിട്ട് അടിക്കേണ്ടത് ഓപ്പൺ മീഡിയ വോൾട്ടിനാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ലോഗിൻ നമ്മുടെ സിസ്റ്റത്തിൻ്റെ യൂട്ടിലൈസേഷനൊക്കെയാണ് ഈ കാണിക്കുന്നത്. CPU യൂട്ടിലൈസേഷൻ ആൻഡ് മെമ്മറി യൂട്ടിലൈസേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർവീസസൊക്കെ എനേബിൾ ചെയ്യാം.